ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ടൈം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന കാര്യങ്ങളാണ് നാം ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കാം. ഓരോന്നിനും അതിൻ്റേതായ സമയം നമുക്ക് നിശ്ചയിക്കാം. നാം ഉണരുന്ന സമയവും ഉറങ്ങുന്ന സമയവും നമുക്ക് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയവും ഓർഗനൈസ് ചെയ്ത് വെക്കാം. നാം ഒരു ഗോൾ സെറ്റ് ചെയ്ത ശേഷം ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് തന്നെ ചെയ്യാം. ടൈം മാനേജ്മെൻറ്റ് അറേഞ്ച് ചെയ്യാൻ നമുക്ക് മന്ത്ലി ഷെഡ്യൂൾ റെഡിയാക്കാം. ഓരോ മാസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും നാം ചെയ്യുന്ന കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. ഡെയിലി നാം ചെയ്യുന്ന ടു ഡു ലിസ്റ്റ് റെഡിയാക്കാം. ടു ഡു ലിസ്റ്റ് എഴുതി നാം ചെയ്ത കാര്യങ്ങൾ ടിക്കിട്ട് പോവാം. അപ്പോൾ അടുത്ത ദിവസം അതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരാഴ്ചയിൽ ചെയ്യാം, മാസത്തിൽ, അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീക്ക്ലി പ്ലാൻ റെഡിയാക്കാം. ആദ്യം ഡേ ബൈ ഡേ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാം, എന്നിട്ട് വീക്ക്ലി പ്ലാൻ ചെയ്യാം. പിന്നെ മന്ത്ലി പ്ലാനും ചെയ്യാവുന്നതാണ്. നാം ഡെയിലി എപ്പോഴും ബിസിയായി ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം എടുക്കാം. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായി നമുക്കത് ഉപയോഗപ്പെടുത്താം. നാം സമയപരിധി നിശ്ചയിച്ച ശേഷം ആ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാം. അല്ലാതെ ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിലൂടെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ കൈവരുതിയിൽ വരുന്നതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്താം. ഓരോ കാര്യങ്ങളും ചെയ്യാനായി ഓരോരുത്തരെ ഏൽപ്പിക്കുക. ഹസ്ബൻഡിനോടും ഈ കാര്യങ്ങൾ പറയാവുന്നതാണ്. ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനോടും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് കുറേ കാര്യങ്ങൾ അവരെയും ഏൽപ്പിക്കാം. നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നമുക്കിത് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ആ കാര്യങ്ങൾ കുറയ്ക്കാവുന്നതാണ്. എക്സാമ്പിളായിട്ട് നാം ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ മൊബൈൽ നോക്കുന്ന ശീലം ഒഴിവാക്കുക. അതുപോലെ TV സീരിയലൊക്കെ കാണുന്ന ആൾക്കാർ കാണാം. അതൊക്കെ ഒഴിവാക്കിയ ശേഷം നാം പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇതിലൂടെ നമുക്ക് ടൈമിനെ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മസ്റ്റായിട്ട് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ടൈമിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡെഡ് ലൈനോട് കൂടി കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തതായി ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.